CPM-ഉം BJP-യും പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമാണ് എന്ന ആരോപണത്തിന് ബലം പകർന്നുകൊണ്ടാണ് ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രസ്താവന നടത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒറ്റ പ്രസ്താവനയിലൂടെ CPM എന്ന പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോഴും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടി പറയാൻ പോലും CPM-ന് സാധിച്ചിട്ടില്ല എന്നത് ആ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളം ഒപ്പിട്ടത് ജോൺ ബ്രിട്ടാസ് MP-യുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ടാണ് എന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന. ഒരു സമയത്ത് ഇടതുമുന്നണിയുടെ ആകെ കെട്ടുറപ്പിനെ ബാധിക്കാൻ കാരണമായ PM ശ്രീയുടെ രഹസ്യ ഒപ്പിടലിന് ബ്രിട്ടാസ് പാലമായത് ആരുടെ താൽപര്യപ്രകാരമാണ് എന്ന ചോദ്യം അവശേഷിക്കുന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് ഈ രഹസ്യ ഒപ്പുവെക്കലിന് ചരട് വലിച്ചുവെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന CPM-നെ എത്തിച്ച പ്രതിസന്ധി വളരെ വലിയതാണ്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ശരിവെക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. പാർട്ടി ഏൽപ്പിച്ച ദൗത്യമായിരുന്നു ജോൺ ബ്രിട്ടാസ് നിർവഹിച്ചത് എന്നാണ് R ബിന്ദു പറഞ്ഞത്. ഇതോടെ PM ശ്രീയിൽ കേരള സർക്കാരും CPM-ഉം നടത്തിയ കള്ളക്കളി കൂടുതൽ തെളിമയോടെ വെളിച്ചത്ത് വരികയാണ്. ആർക്ക് വേണ്ടിയായിരുന്നു CPM-ന്റെ ഈ കള്ളക്കളി എന്നതിന് ഉത്തരം നൽകേണ്ടത് CPM തന്നെയാണ്. പുറമേക്ക് ആദർശം പറയുകയും അകമേ അതേ കാര്യത്തിന് കൈകൊടുക്കുകയും ചെയ്യുന്ന CPM-ന്റെ കൃത്യമായ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്. CPM കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ് ജോൺ ബ്രിട്ടാസ് MP. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെയും സംസ്ഥാനങ്ങൾക്ക് മേൽ അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയും ഘോരഘോരം പ്രസംഗിച്ചിരുന്നയാളുമാണ് ബ്രിട്ടാസ്. അതേ ബ്രിട്ടാസ് തന്നെ അതേ കേന്ദ്ര നയം കേരളത്തിൽ നടപ്പിലാക്കാൻ താല്പര്യമെടുത്ത് അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നത് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ്. സംഘപരിവാർ വിദ്യാഭ്യാസ നയത്തിന് കേരളത്തിലേക്ക് വാതിൽ തുറന്നുകൊടുക്കാൻ രഹസ്യ ഇടനിലക്കാരനായ ജോൺ ബ്രിട്ടാസിനെ ഇന്ന് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ മുന്ന എന്നാണ്. എമ്പുരാൻ സിനിമയിൽ തമ്മിൽ തല്ലിക്കാൻ ഇടനിലക്കാരനാകുന്ന ഒരു മുന്ന എന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രവുമായാണ് ബ്രിട്ടാസിനെ കേരളത്തിലെ കോൺഗ്രസും ലീഗും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വിശേഷിപ്പിക്കുന്നത്. മുൻപ് രാജ്യസഭയിൽ സുരേഷ് ഗോപിയെ കേരള മുന്ന എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. ഇന്ന് അതേ പ്രയോഗം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിക്കുന്നു. ഇടതുമുന്നണിയിൽ CPM CPI ബന്ധത്തെ പോലും ഉലച്ചു കളഞ്ഞ ഒന്നായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനം. പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ രഹസ്യമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം അറിഞ്ഞ് PM ശ്രീ ഒപ്പുവെക്കുകയായിരുന്നു. അന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ PM ശ്രീ ഒപ്പുവെച്ചതിന് ആദ്യം നന്ദി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ബ്രിട്ടാസ് MP-ക്കുമായിരുന്നു. അന്ന് പരോക്ഷമായി കേന്ദ്രമന്ത്രി സൂചിപ്പിച്ച ആ ഇടനില ഇന്ന് രാജ്യസഭയിൽ പരസ്യമായി തന്നെ പറഞ്ഞു എന്ന് മാത്രം. കേരളം രഹസ്യമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷവും PM ശ്രീയെയും ദേശീയ വിദ്യാഭ്യാസ നയത്തെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് CPM കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സ്വീകരിച്ചത്. അതുവഴി ജനങ്ങളെ മുഴുവൻ പരിഹാസ്യരാക്കുകയായിരുന്നു CPM. സ്വന്തം മുന്നണിയെയോ പാർട്ടിയെയോ ഘടകകക്ഷികളെയോ മന്ത്രിസഭയെ തന്നെയോ വിശ്വാസത്തിലെടുക്കാതെ അവരെ വഞ്ചിച്ച് ഈ PM ശ്രീ ഒപ്പുവെക്കണമെങ്കിൽ CPM-ന് അതിൽ കാര്യമായ എന്തെങ്കിലും നേട്ടമുണ്ടാകണം. ഇതേ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് ഈ രഹസ്യ ഒപ്പുവെക്കലിന് ചരട് വലിച്ചെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞു തന്നെയായിരിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ CPM എന്ന പാർട്ടി സ്വീകരിച്ച നിലപാടിന് ഘടകവിരുദ്ധമായാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് PM ശ്രീ കരാർ രഹസ്യമായി ഒപ്പിട്ടതും അതിന് ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി പ്രവർത്തിച്ചതും. ജോൺ ബ്രിട്ടാസും ഇതുവരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയുകയോ ആരോപണം നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ഓർക്കണം. മന്ത്രിയുടെ വാക്കുകൾ വളച്ചൊടിക്കരുത് എന്ന് മാത്രമാണ് ബ്രിട്ടാസ് പറഞ്ഞത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കൊപ്പം പലവട്ടം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടിട്ടുണ്ടത്രേ. കേരളത്തിന് തടഞ്ഞുവെച്ച ഫണ്ട് വിട്ടുകിട്ടാൻ നിവേദനവും നൽകിയിട്ടുണ്ട്. പക്ഷേ PM ശ്രീ ഒപ്പിടാൻ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചിട്ടില്ല എന്ന്. പാവം, എത്ര നിഷ്കളങ്കനാ ബ്രിട്ടാസ് MP. കേരളം PM ശ്രീ ഒപ്പിട്ടത് എന്തിനാണെന്നാണ് ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് എന്ന് ബ്രിട്ടാസ് ഓർക്കുന്നുണ്ടോ ആവോ? കേരളത്തിന്റെ തടഞ്ഞുവെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഒപ്പിട്ടതത്രേ.
അങ്ങനെയെങ്കിൽ ഫണ്ട് വിട്ടുകിട്ടാൻ ബ്രിട്ടാസ് MP നൽകിയ നിവേദനവും PM ശ്രീ കരാറും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അദ്ദേഹം പറയട്ടെ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേരില്ല എന്നായിരുന്നു കേരളം ആദ്യം മുതലേ സ്വീകരിച്ച നിലപാട്. LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയവും ഇതായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ തന്നെ PM ശ്രീ ഒപ്പിടാനുള്ള രഹസ്യ തീരുമാനമുണ്ടായി എന്ന് വേണം കരുതാൻ. ഒരാഴ്ചക്കകം ധാരണാപത്രത്തിന്റെ കരട് രേഖ തയ്യാറായി. ഒക്ടോബർ 23-ന് കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി കരാർ ഒപ്പിടുകയും ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച 2020 മുതൽ അതിനെ ശക്തിയുക്തം എതിർക്കുന്നവരാണ് CPM എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേ CPM തന്നെ NEP-യുടെ ഭാഗമായ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ രഹസ്യമായി BJP-യുമായി ചർച്ച നടത്തി എന്നത് CPM BJP നരേന്ദ്രമോദി പിണറായി വിജയൻ രഹസ്യബാന്ധവം എന്ന UDF ആരോപണം ബലപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് CPM-നും ഇടതുമുന്നണിക്കും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമാകില്ല. ഘടകകക്ഷികൾ പോലും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിനെതിരെ CPI അടക്കം ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയതോടെ CPM-ന്റെ പദ്ധതികൾ പാളി. CPI മന്ത്രിസഭാ യോഗം പോലും ബഹിഷ്കരിക്കുമെന്ന ഘട്ടമെത്തിയതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തെ കേരളം അറിയിച്ചു. തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി. CPM-നെയും CPI-യെയും രണ്ട് തട്ടിലാക്കിയ PM ശ്രീക്ക് ഇടനിലക്കാരനായത് ബ്രിട്ടാസ് ആണെന്ന വെളിപ്പെടുത്തലിൽ ഇനി CPI എന്ത് നിലപാടെടുക്കും എന്നും കണ്ടറിയണം. ബ്രിട്ടാസ് ഇടനില നിൽക്കുന്ന ആളല്ല എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും CPI പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല.